പാലക്കാടൻ മുളക് വറുത്ത പുളിയും കൂട്ടി നല്ലൊരു ഊണ് തയ്യാറാക്കിയാലോ. അധികം മസാലകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അരമണിക്കൂർ സമയം മാത്രം മതിയാവും നമുക്ക് ഈ ഒരു ഊണ് തയ്യാറാക്കാനായിട്ട്. കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുള്ള കൂർക്ക കഷ്ണങ്ങളാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് തലേ ദിവസം തന്നെ ഞാൻ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണെന്ന് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം വെള്ളം, കൂർക്ക വേവാനായിട്ട് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നമുക്ക് അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്ന ഉടനെ അപ്പം തന്നെ തുറന്ന് നോക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും കേട്ടോ. കൂർക്ക അവിടെ വെന്ത് വരട്ടെ കേട്ടോ. നമുക്ക് അപ്പോഴേക്കും ഒരു വറവ് തയ്യാറാക്കിയെടുക്കാം. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്നവരെ ഒന്ന് നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് അപ്പോഴേക്കും നമ്മളുടെ കൂർക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു വിസിൽ വന്ന അപ്പം തന്നെ ഞാൻ അതിൻ്റെ സ്റ്റീമൊക്കെ എടുത്ത് വിട്ടിട്ട് തുറന്ന് നോക്കിയതാണ്. നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ കൂടുതലൊന്നും വേവിച്ചെടുക്കരുത് കേട്ടോ. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ നമുക്ക് സ്റ്റീമെല്ലാം അതിനെടുത്ത് വിട്ടിട്ട് തുറന്ന് നോക്കണം. ഇനി നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കൂർക്ക ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെയാണ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഈ കൂർക്ക ഉപ്പേരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുപ്പ് കൊണ്ടൊന്നും അടച്ചൊന്നും വെക്കണ്ട. നമുക്കിതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ ഈ വെള്ളത്തിനെ നമുക്ക് വറ്റിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൂർക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തലേ ദിവസം നമുക്ക് കൂർക്കയൊക്കെ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ എണീച്ചിട്ട് ഇതുപോലെ ഉപ്പേരി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് മുളക് വറുത്ത പുളിയാണ് കേട്ടോ. ഇത് പാലക്കാട്ടുകാരൻ്റെ സ്വന്തമായിട്ടുള്ളൊരു കറിയാണത്. അതിനാണെങ്കിലും അധികം മസാലകളോ അരവോ ഒന്നും വേണ്ടാത്ത പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 ചെറിയ ഉള്ളിയും പിന്നെ 2 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കാം. ചെറിയ ഉള്ളിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കേണ്ടത്. സവാള ഒരിക്കലും ഉപയോഗിക്കരുത്. ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നത് കേട്ടോ. അതിന് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. പാലക്കാട്ടുകാർക്കറിയാം ഈ മുളക് വറുത്ത പുളിയുടെ സ്വാദ്. ഒട്ടും അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്താതെയാണ് ഞാൻ ഈ ഒരു മുളക് വറുത്ത പുളി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു മുളക് വറുത്ത പുളിയും പിന്നെ ഒരു ഉണക്കമീൻ്റെ ഫ്രൈയും ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. അത്രയ്ക്കും രുചിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ മുളക് വറുത്ത പുളി. സാമ്പാറും പരിപ്പ് കറിയും മോരുകറിയും ഒക്കെ തയ്യാറാക്കി മടുക്കുമ്പോൾ ഇങ്ങനെയും വ്യത്യസ്തമായിട്ടുള്ളൊരു കറി കൂടെ തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ആ വെള്ളമുളകും അല്ലെങ്കിൽ കാന്താരി മുളകൊക്കെ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മുളക് വറുത്ത പുളി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ മുളകും ഈ ഉള്ളിയാണ് ഇതിൻ്റെ മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പുളിയാണ് കേട്ടോ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. വാളൻ പുളിയാണ്. ഇതിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് നമുക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. 3 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ മുളക് വറുത്ത പുളി തയ്യാറാക്കിയിട്ടുള്ളത്. മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഉള്ളി ഒന്നും കരിഞ്ഞൊന്നും പോകരുത്. നമുക്കിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അധികം ഒന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മസാലപ്പൊടിയോ ഒന്നും തന്നെ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ അങ്ങ് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്പം പുളിവെള്ളവും പിന്നെ അതിൻ്റെ ഒപ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിന് ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. പച്ചമുളകും ഉള്ളിയും പുളിയും ഉപ്പും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും. ഇനി നമുക്ക് അല്പം കൂടി കായം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ മുളക് വറുത്ത പുളി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത പുളിയൊക്കെ ഒന്ന് വേവണമല്ലോ. അപ്പോൾ 1 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മളുടെ പാലക്കാടുകാരൻ്റെ മാത്രം സ്വന്തമായിട്ടുള്ള മുളക് വറുത്ത പുളിയാണ് കേട്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. മൺചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് മുരിങ്ങയില ഉപ്പേരിയാണ് കേട്ടോ. ഞാനിവിടെ വെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതിലേക്ക് 1 പിടി ചെറിയ ഉള്ളി ഇതുപോലെ പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോളയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളക് കീറിയതും പിന്നെ 2 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടപ്പ് കൊണ്ടൊന്ന് അടച്ച് വയ്ക്കാം. ഈ ആവിയിൽ കിടന്നിട്ട് വേണം നമുക്ക് മുരിങ്ങയില നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് കേട്ടോ. 1 മിനിറ്റിന് ശേഷം നമുക്ക് അടുപ്പ് തുറന്ന് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ആവിയിൽ കിടന്ന് മുരിങ്ങയിലേക്ക് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വയറ്റിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചില ആൾക്കാർ പറയാറുണ്ട് മുരിങ്ങയില കഴിക്കുമ്പോൾ വയറ് വേദന എടുക്കുന്നു. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയറിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതെ തന്നെ നമുക്ക് മുരിങ്ങയില കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു ആവിയും കൂടിയിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ മുരിങ്ങയിലേക്ക് ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഒരല്പം ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഒരു 2 പിടി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടിയിലൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഈ മുരിങ്ങയില ഉപ്പേരിക്ക് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്ത കാരണം നല്ലൊരു മണം ഉണ്ടാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയ ശേഷം 1 മിനിറ്റ് കൂടെ നമുക്കിതിനെ ഇതുപോലെ അങ്ങ് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മളുടെ മുരിങ്ങയില ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു നാടൻ ഐറ്റമാണ് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചമ്മന്തിയാണ്. ചിരവിയ തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2-3 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം പുളിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ചമ്മന്തി അരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തരിതരിയായിട്ട് വേണം കേട്ടോ നമുക്കിതിനെ അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നാടൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറും മുളക് വറുത്ത പുളിയും പിന്നെ ഈ ചമ്മന്തിയും. ഇന്നത്തെ ഊണ് സൂപ്പറാണ് കേട്ടോ.